റോഷിബാൽ കെ.സി. വേണുഗോപാൽ പറയുന്നു താൻ പറഞ്ഞതിൽ എല്ലാം ഉണ്ട് എന്ന്. അതായത് നേരത്തെ ഉണ്ടായ ഒരു രാജി, പാർട്ടി സ്ഥാനത്തു നിന്നുള്ള രാജി, അതിനുശേഷം ഉയർന്നു വന്ന കാര്യങ്ങൾ അതും ഗൗരവത്തോടെ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ രാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണോ? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ നേതൃത്വം അതിൽ പ്രഖ്യാപനം നടത്തും എന്നാണോ മനസ്സിലാക്കേണ്ടത് റോഷിബാൽ? സ്മൃതി, ഇന്ന് രാവിലെ തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളുടെ അഭിപ്രായം ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. KC വേണുഗോപാലിനെ തന്നെയാണ് അറിയിച്ചത്. KC വേണുഗോപാൽ നൽകിയ നിർദ്ദേശം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളുടെ അഭിപ്രായം, എല്ലാവരുടെയും അഭിപ്രായം ആരായുക, പൊതു അഭിപ്രായം അത് AICC അറിയിക്കുക, എന്നിട്ട് തുടർ നടപടിയിലേക്ക് പോകാമെന്നായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രധാനപ്പെട്ട നേതാക്കളുമായി ആശയവിനിമയം നടത്തിയത്. അതിനിടയിൽ തന്നെ ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൃത്യമായ നിലപാട് അറിയിച്ചതാണ്. ഒരു കാരണവശാലും MLA പദവിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്നത് അത് നല്ലതല്ല എന്ന്. ഇന്ന് രമേശ് ചെന്നിത്തലയും അതേ നിലപാട് അറിയിച്ചു. മാത്രവുമല്ല K മുരളീധരനൊക്കെ പരസ്യ നിലപാട് സ്വീകരിച്ചു. വനിതാ നേതാക്കളായ ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ അടക്കം മാധ്യമങ്ങളിലെത്തി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. MLA പദവി മാത്രമല്ല പൊതു പ്രവർത്തനം പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് അവർക്ക് മുന്നോട്ട് വെച്ചത്. ഉമാ തോമസ് MLA അടക്കം, ഒപ്പം UDF പ്രധാനപ്പെട്ട ഘടകകക്ഷി മുസ്ലിം ലീഗിന്റെ നേതാക്കൾ, RMPയുടെ നേതാക്കൾ, അവരൊക്കെ പരസ്യമായി നിലപാടെടുത്തതോടെ കോൺഗ്രസ് നേതൃത്വം സമ്മർദ്ദത്തിലാകുന്നു. പിന്നീട് കോൺഗ്രസ് ദേശീയ നേതൃത്വം തന്നെ ഇടപെട്ട് ദീപാദാസ് മുൻഷിയോട് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളിൽ നിന്നും ഇത് സംബന്ധിച്ച വിവരങ്ങൾ തേടണം, അവരുടെ അഭിപ്രായം തേടാൻ നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ KPCCയുടെ മുൻ അധ്യക്ഷന്മാരിൽ നിന്നും ദീപാദാസ് മുൻഷി അഭിപ്രായം തേടി തുടങ്ങി. ആ അഭിപ്രായം തേടി അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് ദീപാദാസ് മുൻഷി തന്നെ ഹൈക്കമാൻഡ് കൈമാറും. AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് കൈമാറും. അപ്പോഴേക്കും വൈകുന്നേരമാകുമ്പോഴത്തേക്കും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെയും മറ്റു പ്രധാനപ്പെട്ട നേതാക്കളുടെയും അഭിപ്രായം അത് സണ്ണി ജോസഫ് കൈമാറും. ഈ രണ്ട് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ AICC ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നടപടി. പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്താനാണ് ഒരു സാധ്യത. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോട് MLA പദം രാജിവെക്കാൻ ആവശ്യപ്പെടാനും സാധ്യതയുണ്ട്. നിലവിൽ കോൺഗ്രസ് ആശങ്കപ്പെടുന്നത് MLA പദവി രാജിവെച്ചാൽ ഒരുപക്ഷേ പാലക്കാട് തിരക്കിട്ടൊരു തെരഞ്ഞെടുപ്പ് വന്നാൽ അത് തിരിച്ചടിയാകുമോ എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. എന്നാൽ പോലും ഇത് വൈകിപ്പിച്ചാൽ, ഇനി പാലക്കാട് തിരിച്ചടി വന്നാൽ പോലും അതിനേക്കാൾ വലിയ തിരിച്ചടി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്ത്രീവിരുദ്ധ നിലപാട് സ്വീകരിച്ച ഈ MLAക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കോൺഗ്രസിനും UDFനും ഉണ്ടാകുമെന്നാണ് ഭൂരിഭാഗം നേതാക്കളുടെയും അഭിപ്രായം. അത് യുവനേതാക്കളും വനിതാ നേതാക്കളും മുതിർന്ന നേതാക്കളും ഒരേ അഭിപ്രായമാണ്. കഴിഞ്ഞ ദിവസങ്ങൾ ഉള്ളതുപോലെ ആയിരുന്നില്ല. ഇന്നലെ റിപ്പോർട്ടർ പുറത്തുവിട്ട ആ ശബ്ദം കൂടി വന്നതോടെയാണ് കൂടുതൽ ഗൗരവത്തോടെ നേതൃത്വം കണ്ടത്. K മുരളീധരൻ അടക്കമുള്ള അവർ നേതാക്കൾ അത് പറയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ശബ്ദം അതീവ ഗുരുതരമാണെന്ന്. കാരണം പെൺകുട്ടിയെ ഗർഭചിത്രം ചെയ്യാൻ ഭീഷണിപ്പെടുത്തുന്നു, അസഭ്യം പറയുന്നു, ആവശ്യമെങ്കിൽ കൊലപ്പെടുത്താമെന്നുള്ള ഒരു സൂചന കൂടി വാക്കുകളിലുണ്ടായിരുന്നു. മാത്രമല്ല ആ ഇരകൾ അവർക്ക് പരാതി നൽകാൻ പോലും ഭയമാണ്. ആ ഘട്ടത്തിലാണ് പരാതി വരട്ടെ, നിയമ നടപടി വരട്ടെ, അപ്പോൾ ആലോചിക്കാം രാജി എന്ന രീതിയിൽ വിശദീകരണം നൽകുന്നു. ആ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് അത് അംഗീകരിക്കാതെ, കാരണം സ്ത്രീപക്ഷ നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നതെന്ന് KC വേണുഗോപാലിന്റെ വാക്കുകളിലൂടെ കൃത്യമാണ്. ഏതായാലും ഇനി ആ കൂടിയാലോചനകളാണ്, സജീവമായ കൂടിയാലോചനകൾ. ആ കൂടിയാലോചനയ്ക്ക് ശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ തീരുമാനം അത് KPCC അറിയിക്കും. KPCC നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയിക്കും. അതിന്റെ അടിസ്ഥാനത്തിലാകും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. റോഷിബാൽ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത് പാർട്ടി നിലപാടിന് വിരുദ്ധമായിട്ടല്ലേ? സ്മൃതി, കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണാൻ തയ്യാറെടുത്തപ്പോൾ തന്നെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ വിശദീകരിച്ച് വഷളാകേണ്ടതില്ലെന്ന് നിർദ്ദേശം നൽകിയുണ്ടായി. കാരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധം തീർക്കുമ്പോൾ വിശദീകരിക്കുന്ന കാര്യങ്ങൾ അതൊരു പക്ഷേ തിരിച്ചടിക്കാനുള്ള സാധ്യത കോൺഗ്രസ് നേതൃത്വം മുന്നിൽ കാണുന്നുണ്ട്. കാരണം ഇനിയും ഒട്ടേറെ തെളിവുകൾ വരാനുള്ള സാധ്യതയാണ് കോൺഗ്രസ് നേതൃത്വം കാണുന്നത്. ഇനിയും ആരോപണങ്ങൾ വരാനുള്ള സാധ്യത കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും കാണുന്നുണ്ട്. കാരണം കോൺഗ്രസ് പാർട്ടിക്ക് മുന്നിൽ ഒട്ടേറെ പരാതികൾ വന്നിട്ടുണ്ട്. ആ പരാതികൾ ഉന്നയിച്ചവർ അവർ കൃത്യമായി തെളിവുകളും നൽകിയിട്ടുണ്ട്. മാത്രമല്ല അവരൊന്നും പരാതിയുമായി പോലീസിനെ സമീപിക്കാനുള്ള സാധ്യതയില്ല. അവർ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കാതെ രാഹുലിനെതിരെ നടപടി വേണമെന്ന ഒരു മാതൃകാപരമായ നടപടി വേണമെന്ന ആഗ്രഹമാണ് അവർ നേതൃത്വത്തിന് മുന്നിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ വരെ അത്ര ഗൗരവത്തോടെ അല്ലെങ്കിൽ അത്ര കൃത്യമായി ഇത്രയും രൂക്ഷമായ നിലപാടെടുക്കാത്ത രമേശ് ചെന്നിത്തല അടക്കം ഇന്ന് ശക്തമായ നിലപാടിലേക്ക് എത്താനുള്ള കാരണം കൂടുതൽ പേർ പരാതിയുമായി വരുന്നു എന്ന് മനസ്സിലാക്കിയാണ്. ഇനിയും തെളിവുകൾ വരുമെന്ന് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കി. മാത്രവുമല്ല അവർ പ്രാഥമികമായി അവർ ഓരോരുത്തരും അന്വേഷിക്കുന്നുണ്ട്, ഇരകളുമായി സംസാരിക്കുന്നുണ്ട്, ഇരകളുടെ അനുഭവങ്ങൾ അവർക്ക് ബോധ്യമാകുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായി വരാത്ത ഇരകളുണ്ട്.
പൂർണ്ണമായും അവരുടെ സംഭാഷണങ്ങൾ നമ്മൾ പുറത്തുവിട്ടിട്ടുമില്ല. അങ്ങനെയുള്ള ഇരകൾക്കുണ്ടായ ക്രൂരമായ അനുഭവങ്ങൾ അവർ ഈ നേതാക്കളോട് പറയുമ്പോൾ അവർ ഞെട്ടലോടെയാണ് അത് കേൾക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടിയാണ് രാഹുലിനെ ഇനി ഒരു കാരണവശാലും സംരക്ഷിക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത്. കാരണം ഇനിയും രാഹുലിനെ സംരക്ഷിച്ചാൽ ഇനിയും തെളിവുകൾ പുറത്തു വരുമെന്ന ആശങ്ക കോൺഗ്രസിനുണ്ട്. ഒരു കാലത്തും ഈ സ്ത്രീവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ആരെയും സംരക്ഷിക്കില്ല എന്ന ശക്തമായ നിലപാടിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ ചുമതല ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ തന്നെ ആദ്യം ഒരു ടോൾ ഫ്രീ നമ്പറാണ് പുറത്തിറക്കിയത്. പെൺമക്കളെ വിളിക്കൂ എന്ന്. ഏതെങ്കിലും തരത്തിൽ സ്ത്രീപീഡനമോ ചൂഷണമോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ വിളിക്കണം എന്ന രീതിയിൽ ഒരു നമ്പർ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ കണ്ടോൺമെന്റ് ഹൗസിലെത്തിയാൽ ആദ്യം നമ്മൾ കാണുക ഫോൺ നമ്പറാണ്. അങ്ങനെ ശക്തമായ ഒരു സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിനോ UDF-നോ ഒരിക്കലും രാഹുലിനെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് UDF നേതൃത്വവും ഒപ്പം കോൺഗ്രസ് നേതൃത്വവും വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഹുലിനെ എല്ലാവരും കൈവിടുന്നത്. ഇനി രാഹുലിനെ പിന്തുണയ്ക്കുന്നത്, സംരക്ഷണ കവചം ഒരുക്കുന്നത് ആകെ ഷാഫി പറമ്പിൽ മാത്രമാണ്. ഷാഫി ഇന്നലെ പറഞ്ഞ വാക്കുകൾ ഇതുവരെ പിൻവലിച്ചിട്ടില്ല, ഇതുവരെ ആ നിലപാട് മാറ്റിയിട്ടുമില്ല. ഷാഫിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം നമ്മൾ ഗുരുതരമായ ആ ഒരു ഓഡിയോ സംഭാഷണം കൂടി പുറത്തുവിട്ടിട്ടുണ്ട്. ഏതായാലും ആരും രാഹുലിനെ ന്യായീകരിച്ച് രംഗത്ത് വന്നിട്ടില്ല, പ്രത്യേകിച്ച് വനിതാ നേതാക്കളോ മുൻ KPCC അധ്യക്ഷന്മാരോ. കാര്യം അവർക്കൊക്കെ ഇതിന്റെ ഗൗരവം ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു സംരക്ഷണമില്ല, ഇനി രാഹുലിന് പുറത്തേക്കുള്ള വഴി മാത്രമെന്ന് നേതാക്കൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാ നേതാക്കളും കൈവിട്ടിരിക്കുന്നു രാഹുൽ മാങ്കുട്ടത്തിലെ എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ KC വേണുഗോപാലിന്റെ പ്രതികരണവും തീരുമാനം വൈകില്ല എന്ന സൂചനകൾ നൽകുന്നതാണ്. തിരിച്ചെത്താം ഇടവേള.